crack him. I'm very upset it cracked him. But the thing is, how do I say this? അത് കുറച്ച് വീക്കായിപ്പോയി. പക്ഷേ സിബിൻ പറഞ്ഞു, ഞാൻ സിബിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇന്നലെ കണ്ടു. സിബിൻ പറഞ്ഞു ദാറ്റ് what did he say? അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല, ചാനൽ പറഞ്ഞിട്ട് പോയതാണ്, ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗെയിമിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും അല്ലേ? അല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനൊരു പ്രേക്ഷക ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു. മണിക്കുട്ടന്റെ ഒരു ഇൻസിഡന്റ്, മണിക്കുട്ടനെ ഇങ്ങനെ പുറത്തിറക്കിയില്ലേ കുറച്ച് ദിവസം, എന്നിട്ട് അവൻ ജയിച്ചില്ലേ, തിരിച്ചു ജയിച്ചില്ലേ? 2 ആഴ്ച. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പുറത്ത് കൊണ്ടുപോയിട്ട് അവൻ തിരിച്ചു തരാമെന്നും പറഞ്ഞു. അത് ആദ്യം കൺഫെഷൻ അതെ. ഐ തിങ്ക് അതിനിടയിൽ സിബിന്റെ ഇന്റർവ്യൂവിൽ സിബിൻ പറഞ്ഞിരുന്നു ആദ്യം അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അന്ന് ഇറക്കാൻ പറ്റിയില്ല, അപ്പം ഒന്ന് 24 hours വെയിറ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തിരിച്ച് കയറിയത് എന്ന് അവൻ പറയുന്നുണ്ട് അവൻ്റെ ഈ ഒരു ഇതിൽ. സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൈ പ്രോബ്ലം ഇസ് നോട്ട് ദാറ്റ്. മൈ പ്രോബ്ലം ഇസ് അവൻ കയറാം എന്ന് അവൻ ഓക്കെ ആയിരുന്നു, എന്തുകൊണ്ട് അവനെ കയറ്റിയില്ല? ഡോക്ടർ പറഞ്ഞത് കൊണ്ട്. ഇപ്പം പുറത്ത് സംസാരിക്കുമ്പോൾ അവൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അതൊരു ക്വസ്റ്റ്യനാണ്. ബട്ട് ലൈക്ക് ഐ സെഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഏഷ്യാനെറ്റിലെ ഒരു ഷോ ആണ്. അപ്പം നമുക്ക് ആരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു യാത്ര വേണമല്ലോ ഈ ലോകത്ത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഉള്ളിടത്തോളം കാലം നമുക്കിങ്ങനെ ഡിപ്ലോമാറ്റിക്കലി 2 ബോട്ടിലും കാലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് സഞ്ചരിക്കാം. പിന്നെ അതൊന്നും ഇഫ് യു ഡോണ്ട് കെയർ അബൌട്ട് എനി ഓഫ് ഇറ്റ്, ഹോപ്പ്ഫുള്ളി സിബിൻ അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കാൻ ഞാൻ. ഈ ബിഗ് ബോസിൽ ഇറങ്ങിയ പലരും പറയുന്നത് ഭയങ്കര ഡിപ്രഷനാണ്. ഇറ്റ് ഈസ് വെരി ടഫ്, ഭയങ്കര ട്രോമാറ്റിക് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഷോയേ അല്ല ഇത്. നമ്മളെന്ന വ്യക്തിയെ തിരിച്ച് ചോദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതില്ലാതെ കുറച്ച് രക്ഷപ്പെട്ട ഒരാളെന്നൊക്കെ ഞാൻ എന്നെ കാണും. എനിക്ക് അതിനൊരു 1.5-2 വർഷം എടുത്തു അതിൻ്റെ ഒരു പിടിയിൽ നിന്ന് പോകാൻ. ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പ് ഇപ്പോൾ ഞാൻ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ട്രാപ്ഡ് അല്ലേ? എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോനെ കുറിച്ച് ചോദിക്കാൻ ഈ രഞ്ജിനി അടുത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വെറുതെ മന്ദാകിനി എന്ന് പറഞ്ഞ ഷോൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അവർക്കെങ്കിലും കുറച്ച് പ്രൊമോഷൻ കിട്ടട്ടെ ഒന്ന് വിചാരിക്കും. മന്ദാകിനിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന ഞാൻ ഇവിടെ ഇരുന്ന് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഈ സീസണിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ ഷോ അത്രയും ട്രാപ്ഡ് ആയതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും കാണുന്നില്ലേ? അത്രയും ട്രാപ്പിംഗ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിലുണ്ട്. ഇറ്റ് ഈസ് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാനത് ഷോയിൽ പങ്കെടുക്കാൻ പോയത് ഈ കോൺസെപ്റ്റിനെ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് എനിക്ക് കോൺസെപ്റ്റ് അറിയാം, എത്ര നന്നായിട്ട് അറിയാം. എൻ്റെ സീസണിലൊക്കെ ഭയങ്കര ബാലിശികമായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് വീക്കായിരുന്നു, ചെറിയ രീതിയിലേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് അവരത് 6 സീസൺ അവർ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇവർ അത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അൾട്ടിമേറ്റ് ട്രാപ്പാണ്. ആ ട്രാപ്പ് ചെയ്യുന്ന 100 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഫുള്ളി ഇറങ്ങി വരില്ല. ബിക്കോസ് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജാൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ ജാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പോണം എന്ന് പറഞ്ഞ ആൾ ഇനി ചോദിച്ചാൽ ഇനി പോകുമെന്ന്. അഫ്കോഴ്സ് ഇവിടെ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ ആരുടെ അടുത്തും പറയില്ല അറിഞ്ഞുകൊണ്ട് മോനെ ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടസ്റ്റൻ്റ് ആവണമെന്ന്. നോ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ജീവിതം മാറ്റി. ആൻഡ് അത് ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതൊരു വിജയമാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അത് ഹാൻഡിൽ ചെയ്ത് പുറത്തിറങ്ങിയ ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അർച്ചന അതിനിറങ്ങി കല്യാണം കഴിച്ച് പോയി കുട്ടിയായി, ഇവിടെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് യുവർ ലൈഫ്, യുനോ. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്വൈറ്റ് എൻ എക്സ്പീരിയൻസ്. പക്ഷേ അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇഷ്ടമുള്ളവർ പോയി കാണാം, ഹാവ് ഫൺ. ആര്യ പറഞ്ഞു ആര്യയുടെ കരിയർ തന്നെ നശിപ്പിച്ച് ബിഗ് ബോസ് പോയിട്ട് വന്ന ശേഷം കരിയർ ഒന്നും ഇല്ലാണ്ടായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കരിയർ ഇല്ലാത്തൊരവസ്ഥ വരും ശരിക്കും ബിഗ് ബോസ് പോയത്. ആര്യ നന്നാ ചെയ്യുന്നില്ലേ? ആര്യ ഇപ്പോഴും ഷോസൊക്കെ ഉണ്ട്. ആര്യ വാസ് വർക്കിംഗ് വെൽ. അത് ആര്യയുടെ ഒരു സ്ട്രെങ്ത് ആണ്. ആര്യയുടെ കോൺടാക്ട്സിൻ്റെ ഒരു ഷീസ് എ ഗുഡ് ഗേൾ, ഷീസ് വെരി ഗുഡ് അറ്റ് ഹർ ജോബ്. നമ്മളെടുക്കുന്ന രീതിയിലുള്ളൂ. ഈ കരിയർ എന്നൊക്കെ പറയണത് നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ കരിയർ ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഷോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് വേറെ ജോലി എടുത്ത് ഞാൻ ജീവിച്ചോളൂ. അത് നമ്മളുടെ ഒരു സെറ്റപ്പാണ്. പിന്നെ മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറിനെ നമ്മളെ തകർക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ നമുക്ക് മാനസികമായി നമുക്ക് ഭയങ്കര ആദ്യമൊക്കെ കുറേ സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാളാണ് ഇതിൽ. എനിക്കിങ്ങനത്തെ കാര്യം തന്നെ എഫക്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എന്താണെങ്കിലും പറഞ്ഞു, എന്താണെങ്കിലും ചെയ്തോ, എനിക്ക് തിരിച്ചുടങ്ങി ഞാൻ പറയും ഞാൻ പോകും, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ഐ എം ഓക്കെ ലൈക്ക് ദാറ്റ്. പക്ഷേ ചിലവരെ അത് മെൻ്റലി തകർത്തി കളയും, യുനോ. അപ്പോൾ അങ്ങനെ ആര്യ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആര്യ അത് ചിരിച്ചുകൊണ്ട് ഇപ്പം അത് ഡീൽ ചെയ്യുന്നുണ്ട്, യുനോ.